ക്രമക്കേട് ആരോപണം നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം കടുക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 വിദ്യാർത്ഥികളെ കൂടി ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറസ്റ്റിലായവരുടെ മൊഴികളിലുള്ളത്. തട്ടിപ്പിന്റെ ചിത്രം ഏതാണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് നോക്കിയാൽ നോക്കൂ, സംഭവം നടന്നത് ഇങ്ങനെ. മെയ് മാസം 5-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ നടന്നത്. 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ചോദ്യപേപ്പർ ചോർന്നത് പരീക്ഷയുടെ തലേ ദിവസം, അതായത് മെയ് മാസം 4-ാം തീയതി. അറസ്റ്റിലായ അനുരാഗിന്റെ മൊഴി ഞെട്ടിക്കുന്നതാണ്. ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് നിതീഷ് കുമാർ, അമിത് ആനന്ദ് എന്നീ പ്രതികളാണ് എന്നാണ്. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ടത് സിക്കന്ദർ യാദവേന്ദു എന്നയാളും. അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗിന്റെ ബന്ധുവാണ് സിക്കന്ദർ. രാജസ്ഥാനിൽ പരിശീലനത്തിലായിരുന്ന അനുരാഗിനെ പട്നയിലേക്ക് വിളിച്ചു വരുത്തി. അനുരാഗിനൊപ്പം മറ്റു 3 വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇവരെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ നൽകി. ഉത്തര സൂചികയും വിദ്യാർത്ഥികൾക്ക് നൽകി. പരീക്ഷയിൽ അതേ ചോദ്യങ്ങളായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയത്. അതായത് ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പറിന് പ്രതികൾ വിലയിട്ടത് 32 ലക്ഷം രൂപയാണ്. നീറ്റ് പരീക്ഷയിലെ കൂടുതൽ ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പരിശോധന നടന്ന 399 കേന്ദ്രങ്ങളിൽ 186 കേന്ദ്രങ്ങളിലും CCTV ഉണ്ടായിരുന്നില്ല. ചോദ്യപേപ്പർ സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ സുരക്ഷ ഒരുക്കിയില്ലെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്രമക്കേടുകൾ പുറത്തേക്ക് വരുമ്പോഴും പരീക്ഷ റദ്ദാക്കില്ലെന്ന് ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. കേന്ദ്ര നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുന്നു കോൺഗ്രസ്. സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ശരത് കെ ശശി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഈ നീറ്റ് പരീക്ഷ എഴുതിയവർക്ക് മാത്രമല്ല, രാജ്യം ഒന്നാകെ പടരുകയാണ്. നീറ്റും നെറ്റും പരീക്ഷകൾ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു ടെസ്റ്റിംഗ് അതോറിറ്റിക്ക് എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നിപ്പോൾ പ്രതിഷേധം കനക്കാൻ പോവുകയാണോ? ഈ സംസ്ഥാന തലസ്ഥാനങ്ങളിലെ പ്രതിഷേധം വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ളൊരു കട്ടൺ റേസർ മാത്രമല്ലേ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും തീപിടിപ്പിക്കാൻ വേണ്ടി പോകുന്ന വിഷയം അത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് കോൺഗ്രസ് പാർലമെന്റിന് പുറത്തും ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടന, അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ സമരവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനുള്ള ആഹ്വാനമാണ് AICC നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ ഒരു ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും ഏറെക്കുറെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. കേന്ദ്രമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉയരും. പ്രത്യേകിച്ച് ഇന്നലെ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഈ പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ആ ഘട്ടത്തിലും ശക്തമായി ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റൈറ്റ്, എന്തായാലും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷ വലിയ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തെ തീപിടിപ്പിക്കാൻ പോകുന്ന വിഷയമായിരിക്കും നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച. തീപിടിച്ചിട്ട് എന്ത് കാര്യം? പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പോയി 10 മാസമാണ് ഇവർ കഷ്ടപ്പെട്ട് ശരാശരി ഇത്തരം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി അവർ കഷ്ടപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടുതടങ്കലിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇവർ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 23 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുമ്പോൾ, കേരളത്തിൽ നിന്ന് 2.3 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുമ്പോൾ 7000 വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിൽ തന്നെ ആകെ സീറ്റുകളുള്ളത്. ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും അവരോട് ചെയ്ത നീതികേടാണ് ഈ പരീക്ഷാ പേപ്പറിൽ ചോർച്ച ചെയ്യുന്നുള്ളത്. അത് ചെയ്തത് ആരാണെങ്കിലും അവരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. അവരെ കൃത്യമായി തന്നെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക വേണം. പക്ഷേ ആശങ്കയുണ്ടാവുന്നത് ഇവരിൽ ഇത്ര പേരിൽ മാത്രമാണോ ഈ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയത്? 32 ലക്ഷം രൂപ വിലയിട്ട ചോദ്യപേപ്പർ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കാത്തത്? ഇതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം.